അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ദമാം സ്റ്റുഡിയോയിൽ നിന്നാണ് നമ്മളുള്ളത്. കൂടിക്കാഴ്ചയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തി ബഹുമാന്യനായ സാജിദ് ആറാട്ടുപുഴ സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ ഒരു വേള മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. പീസ് റേഡിയോ സംവിധാനം എന്നത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ റേഡിയോൻ്റെ ശബ്ദം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. സാജിദ് ആറാട്ടുപുഴ, പേര് ആറാട്ടുപുഴ സ്വദേശിയാണെന്നറിയാം. ആറാട്ടുപുഴയിലുള്ള സാജിദ് സാറ് ഇവിടെ മാധ്യമപ്രവർത്തകനാണ്. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹം തന്നെ നേരിട്ട് പറയും. സൗദി അറേബ്യയിലെ പ്രവാസികളുടെ ഒരു ഇഷ്ട താരമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. രചനകളുണ്ട്, അദ്ദേഹത്തിൻ്റെതായ രചനകളുണ്ട്. കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ നിങ്ങളെവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ബഹുമാന്യനായ സാജിദ് സാറിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വലൈക്കും സലാം. വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു പീസ് റേഡിയോയുടെ തുടക്കകാലത്ത് അതെ നമ്മൾ ഓഡിയോ സമയത്ത് പല തവണ ഞാൻ വന്നിട്ടുണ്ട്. നമ്മൾ പ്രവാസി വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു പീസ് റേഡിയോയുടെ ഒരു വളർച്ച. മാഷാ അല്ലാ, ഇത്രത്തോളം ഈ അർത്ഥത്തിൽ ഇന്നിപ്പോൾ ഒരുപാട് പേരുടെ ഇഷ്ട ഒരു ഉപാധിയായി അല്ലേ, സർവോപാധിയായി അല്ലെങ്കിൽ റേഡിയോ ആയി പീസ് റേഡിയോ മാറിക്കഴിഞ്ഞു. നമ്മൾ കാണാത്ത കുറേ ആളുകളാണ് നമ്മുടെ ശ്രോതാക്കൾ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അവരൊക്കെ നമ്മളുടെ ആളുകളാണ്. എന്തുകൊണ്ട് വെച്ചാൽ ഫീഡ്ബാക്കുകൾ വരുമ്പോഴോ നമുക്കറിയാം, കുറേ ഫീഡ്ബാക്കുകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിലൊക്കെ അവർ അവരുടെ സഹായമാണ് ഈ റേഡിയോ നിലനിൽത്തുന്നത്. അതും കൂടി പറയണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ വളരെ സന്തോഷം. ഈ ഒരു പ്രോഗ്രാം കൂടിക്കാഴ്ച എന്നുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ എനിക്ക് സാധാരണ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആളുകളെ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ പേടി തോന്നുകയാണ്. എന്തിനാണ് പേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വരുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പത്രപ്രവർത്തകൻ എന്നത് കൊണ്ട് തന്നെയാണ്. അതെന്തിനാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ മാധ്യമങ്ങളിലൊന്നും കൂടുതൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു നിങ്ങൾ അറിഞ്ഞു കാണും. ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒരു സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട് ആ ഒരു മാധ്യമ ചർച്ച, രാത്രിയിലുണ്ടാകുന്ന ചർച്ച ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് അവിടെ നമ്മുടെ അബ്ദുള്ള ബാസിലിനെയാണ് ആ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചത്. അബ്ദുള്ള ബാസിൽ സുംബയുടെ വിഷയത്തിൽ സംസാരിച്ചു. ബാക്കി ഉള്ള അവതാരകരടക്കം ഈ ഒരു അബ്ദുള്ള ബാസിലിനെ ഒരു മിനിറ്റ് പോലും സംസാരിക്കാൻ സമയം കൊടുക്കാതെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അതൊരു നീതിപൂർവമല്ല എനിക്ക് തോന്നി. സത്യത്തിൽ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെയധികം സത്യസന്ധവും നീതിപൂർവമായിരിക്കേണ്ടതല്ലേ? ഇത് നമ്മുടെ വിഷയമല്ലെങ്കിലും ഞാൻ തുടക്കത്തിൽ ആമുഖമായി ചോദിച്ചത് നന്നായി. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ നാട്ടിൽ പത്രപ്രവർത്തനം ആരംഭിച്ച ആളാണ്. നാട്ടിലെ ഏതാണ്ട് 2-3 വ്യത്യസ്തമായ പത്രങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് സൗദി അറേബ്യയിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്നുള്ള അർത്ഥത്തിലായിരുന്നു ഞാൻ മാധ്യമപ്രവർത്തനം കണ്ടത്. എനിക്ക് ആദ്യകാലത്ത് ഗുരുക്കന്മാരായിട്ടുണ്ടായിരുന്ന വളരെ മലയാളത്തിലെ ശരീരായ വളരെ പ്രത്യേക പ്രാവീണ്യമുള്ള പത്രപ്രവർത്തകർ എനിക്ക് ആദ്യ പാഠങ്ങൾ പറഞ്ഞു തന്നത് തന്നെ ഇന്ന് കാണുന്ന കാഴ്ചകൾക്ക് വ്യത്യസ്തമാണ്. അതിൽ ഞാനിന്ന് വളരെ ചിരപ്രതിഷ്ഠരായി ഇന്ന് നമ്മൾ മുന്നിൽ കാണുന്ന പല ആളുകളെ ഈ പ്രതിക്കൂട്ടിൽ നിർത്തണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഇതുപോലെ വിവാദങ്ങൾ സൃഷ്ടിക്കലാണെന്നും അല്ലെങ്കിൽ ഒരു പക്ഷം ചേർന്ന് സംസാരിക്കലാണ് എന്നും പറയുന്നിടത്ത് നിന്ന് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു നൈതികത നഷ്ടപ്പെടുകയാണ്. സത്യത്തിൽ അങ്ങനെയല്ല മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ വന്നു, 25 കൊല്ലമായി ഞാൻ മാധ്യമ മേഖലയിലുണ്ട്. ഇവിടെ ഞങ്ങൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ സംഘടനകളുടെ പത്രങ്ങളെ പ്രതികരിക്കുന്ന പ്രതികളുണ്ട്. അപ്പോൾ ഈ അപ്പുറത്തിരിക്കുന്ന ആൾ വ്യത്യസ്ത ആശയക്കാരനാകുമ്പോൾ എൻ്റെ കൂടെയുള്ള ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചാനലിൽ പ്രതികരിക്കുന്ന ആൾ സ്വാഭാവികമായും അയാളുടെ ചോദ്യങ്ങൾ ആ തരത്തിലായിരിക്കും. അതെ അതെ. അപ്പം ഞാനെപ്പോഴും എൻ്റെ സഹപ്രവർത്തകരെ ഉപദേശിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ അവരുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ വന്ന രാഷ്ട്രീയ പ്രവർത്തകരല്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് കൃത്യമായിട്ട് അവരിൽ നിന്ന് മറുപടി കിട്ടുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഈ ജനങ്ങളിൽ കേട്ടിരിക്കുന്ന ജനങ്ങൾ നമ്മളെക്കാൾ വളരെ ബോധമുള്ളവരാണ്. നമുക്ക് തോന്നുകയാണ് ഈ മാധ്യമപ്രവർത്തകരായിക്കഴിഞ്ഞാൽ എന്തോ രണ്ട് കൊമ്പുണ്ട് എന്ന് വെറുതെ തോന്നുകയാണ്. അതൊന്നുമല്ല. ഇവിടുത്തെ പൊതുജനങ്ങളുടെ ബോധ്യത്തിനപ്പുറത്ത് നമ്മളാരും ഒന്നുമല്ല. അപ്പം പിന്നെ ഏറ്റവും സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സുബ ഡാൻസുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു വിവാദമുണ്ടായി. ശരിയാണ്. ആ വിവാദങ്ങളിൽ പല പക്ഷങ്ങൾ നിൽക്കുന്നവരുണ്ടാവും. നമുക്ക് പറ്റിപ്പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തീരുമാനിച്ച ചില അജണ്ടകളിൽ നമ്മുടെ മനസ്സ് കുരുങ്ങിക്കിടക്കുമ്പോൾ അപ്പുറത്തുള്ളവരെ അവരനെ മനസ്സിലാക്കാനോ അവൻ്റെ ആശയങ്ങളെ ബഹുമാനിക്കാനോ നമുക്ക് സാധിക്കില്ല. ഈ പണ്ട് ഈ മുല്ലാ നസ്രുദ്ദീൻ്റെ കഥ പറയുന്നത് പോലെ മുല്ലാ നസ്രുദ്ദീനും ഒരാളും ഒരു പാലത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു വരികയാണ്. മുല്ലാ നസ്രുദ്ദീൻ ഇങ്ങനെ കൈവീശി നടന്നപ്പോൾ മറ്റേയാളുടെ മൂക്കിലിടിച്ചു. അതാണ് സംഭവം. അപ്പോൾ ഇത് കോടതിയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൈവീശി നടക്കുക മാത്രമാണ് ചെയ്തത്, അയാൾ മൂക്ക് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കോടതി വിധി എന്തായാലും അപ്പം മറ്റേയാളാകെ അപ്സെറ്റായി. ശരിയാണല്ലോ, അയാൾ ഇടിച്ചു എന്ന് പറഞ്ഞ് വന്നാൾ കൊണ്ട് കൊടുത്തു. കാരണം സംഗതി നേരെ ഉൾട്ടയാണ്. എനിക്ക് ഇന്നത്തെ മാധ്യമപ്രവർത്തനത്തിൽ വളരെ ചേരുന്ന ഒരു ഉദാഹരണം. പക്ഷെ കോടതി വിധി വന്നതെന്ന് വെച്ചാൽ നിനക്ക് കൈവീശി നടക്കാനുള്ള അവകാശമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ഇയാൾ വാദിച്ചതാണ്, അത് ഞാൻ സമ്മതിക്കും. പക്ഷേ അവരെൻ്റെ മൂക്കിൻ തുമ്പത്തെത്തുന്നത് വരെയുള്ളൂ ആ അവകാശമെന്ന് ബോധ്യപ്പെടുന്നതാണ് നിന്റെ ബോധ്യം എന്ന് പറയുന്നത് പോലെ ഇന്ന് പക്ഷേ ആ ബോധ്യങ്ങളെ പലപ്പോഴും നമ്മുടെ മാധ്യമപ്രവർത്തകർ മറന്നുപോകുന്നു എന്ന് ഒരു മാധ്യമപ്രവർത്തകനായിരുന്നുകൊണ്ട് എനിക്ക് പറയേണ്ടി വരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വളരെ മുഖ്യധാരയിൽ നിൽക്കുന്ന വലിയ പ്രമുഖനായിട്ടുള്ള ഒരു ചാനൽ മേധാവി അദ്ദേഹം എന്നോട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ചാനലിൽ അതിൻ്റെ പ്രതി അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും പഴയ ബന്ധങ്ങൾ വെച്ച് ഞാനുമായിട്ട് ബന്ധം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് വലിയ ബോധവും വിവരമുള്ളവരെയൊന്നും ആവശ്യമില്ല, മറിച്ച് ക്യാമറയുമായി ഓടി നടക്കുകയും അത്യാവശ്യം സംസാരിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരാളെ മതി എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അത്ഭുതം ഞാൻ കാണുന്നത് പലപ്പോഴും നമ്മുടെ മാധ്യമപ്രവർത്തകർ സ്വയം അപ്ഡേറ്റഡ് അല്ലാതെ പോകുന്ന വെറുമൊരു ക്യാമറ തൊഴിലാളികളോ ഒരു എന്താ പറയുക കമൻറ്റേറിയൻ മാത്രമായിട്ടോ ഒക്കെ മാറിപ്പോകുന്നതിൻ്റെ ഒരു ദുരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ചെറിയ ചില വാർത്തകളൊക്കെ നമ്മൾ എക്സ്ക്ലൂസീവായി കാണേണ്ടി വരുന്നത്. അതൊരു ദുരന്തം തന്നെയാണെന്ന് പറയാം. ഞാനൊരു ചോദിച്ചോട്ടെ സാറിൻ്റെ ഒരു ഇത്രയും കാലത്തെ പരിചയത്തിൻ്റെ പുറത്ത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മാധ്യമപ്രവർത്തകർ ഈ വഴിയിലേക്ക് വന്നു എന്നുള്ളത്, അതിനെന്താണ് ഒരു കാരണം? നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം മുന്നോട്ടാണ്. വളരെ രസകരമായ സംഭവം എന്ന് വെച്ചാൽ, ഇന്നത്തെ എല്ലാ പത്ര യൂണിറ്റുകൾക്കും മാധ്യമ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഞാൻ ഓരോ അവരുടെ ധാർമ്മിക ബോധങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് തങ്ങളുടെ പക്ഷം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാക്കി ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് കൃത്യമായിട്ടുണ്ട്. കാരണം ഞാനതിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളാണ്. അതായത് ഞാൻ ഇപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പല വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും അവർ പലരും ഉപദേശിച്ചത്, എൻ്റെ മകളിപ്പോൾ PG ജേർണലിസം വിദ്യാർത്ഥിയാണ്. അപ്പോൾ സ്വാഭാവികമായും ജേർണലിസം ക്ലാസ്സിൽ പഠിക്കുന്ന പല കാര്യങ്ങളും ഞാനുമായി ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ തന്നെ പറയും, അവരുടെ കുട്ടികളൊക്കെ അവളുടെ കൂടെ പഠിക്കുന്ന എല്ലാവരും പല അതുമായി ബന്ധപ്പെട്ട് പേഴ്സണലി എന്നോട് ഉപദേശം തേടുന്നവരാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ വ്യത്യസ്തമായ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ കുട്ടികൾ പുതിയ പുതിയ പരിപാടികളുമായിട്ട് ഇപ്പോൾ ലോക ചലനങ്ങളെ വീക്ഷിക്കുന്ന ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ഇതിലെ 2 വിദ്യാർത്ഥിനികൾ അവരുടെ ഒരു പ്രോഗ്രാം ഞാൻ സ്ഥിരം ശ്രദ്ധിക്കാറുണ്ട്. ഞാനിപ്പോൾ ആലോചിച്ചു, അവരുടെ വിശകലനങ്ങൾ കണ്ടപ്പോൾ യാഥാർത്ഥ്യബോധത്തിൻ്റെ അയലത്ത് പോലും എത്താത്ത രീതിയിൽ ചില പക്ഷപാതിത്വങ്ങളെയും ചില എന്താ പറയുക യൂട്യൂബ് ഈ വാട്സപ്പ് വിദ്യാഭ്യാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു മാധ്യമ വിദ്യാർത്ഥി അടിച്ചുവിടുകയാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ ആലോചിച്ചു, എത്രത്തോളം അപകടകരമായ സാഹചര്യത്തിലേക്കാണ് ഈ കുട്ടികൾ പോകുന്നതെന്നുള്ളതാണ്. കാരണം ഈ ലോകത്തിൻ്റെ ബോധ്യത്തിൽ നിഷ്പക്ഷ മനസ്സുണ്ടാവുക എന്ന് പറയുന്നതാണ് ഒരു മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചുള്ള ഉപയോഗം. അത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
എന്തായാലും നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പഴയ ഒരു യഥാർത്ഥ ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക് നമ്മളെ നാട് പോകണം. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ കാണുന്ന അന്തിച്ചർച്ചകളൊന്നും ഒരു കണ്ടന്റ് ഇല്ല. നമ്മൾ 1 മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ അതിലൊരു 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് സംസാരിച്ചു വിഷയങ്ങൾ നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. ചില ഗൗരവപ്പെട്ട പല വിഷയങ്ങൾക്കും അപ്പുറത്ത് ചില അജണ്ടകളെ കാരണം ഈ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയപ്പോൾ ഈ പലരും എന്ത് ചെയ്തെന്ന് വെച്ചാൽ യൂട്യൂബ് കണ്ടന്റ് വളരെ എന്താ പറയുക ചിലരെ പ്രകോപിപ്പിക്കുന്ന ഈ രീതിയിലേക്ക് മാധ്യമങ്ങളും മാറുന്നുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. അവർക്കൊരു സ്ഥാനമുണ്ട്. അതെ 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 അതെ. എന്തായാലും നമ്മുടെ വിഷയം അതല്ല എങ്കിലും ഞാൻ തുടക്കത്തിൽ അതൊരു ആമുഖമായി ചോദിച്ചു എന്ന് മാത്രം. പിന്നെ നിങ്ങളോട് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ചോദിക്കാമല്ലോ. തീർച്ചയായിട്ടും. എനിക്കറിയേണ്ടത് ഒരു ഗ്രന്ഥകാരനായി വന്ന ായിട്ടുള്ള സാജിദ് ആറാട്ടുപുഴ ഇവിടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപുഴ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും വളരെ സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു സ്ഥലത്ത് കായൽ, ഒരു സ്ഥലത്ത് കടൽ. ഞങ്ങളുടെ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചാൽ ചില സ്ഥലങ്ങളിൽ ഏതാണ്ട് 1/2 കിലോമീറ്റർ വ്യത്യാസം പോലും ഈ കടലും കായലുമായിട്ടില്ല. ഒരു തുരുത്ത് പോലെ ഒരു ഗ്രാമമാണ്. അവിടെ ഈ മഴക്കാലമൊക്കെ ആയി എത്തിക്കഴിഞ്ഞാൽ കടൽ അതിൻ്റെ എല്ലാ സ്വഭാവവുമായിട്ട് ഭീകരമായി മാറും. ആ സമയത്ത് അവിടെ വരുന്ന ആളുകളൊക്കെ ഇത് കണ്ടാൽ ഭയക്കും. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ഒരു വേനൽക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച വേറെ ഉണ്ടാവില്ല. അവിടെയാണ് എൻ്റെ ബാല്യം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഗ്രാമത്തിൻ്റെ ആ ബാല്യം തന്നെയാണ് എന്നെ ഞാൻ ആക്കിയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് നടന്ന ഞങ്ങളുടെ അവിടുത്തെ ഉണ്ടായിരുന്ന ലൈബ്രറി, സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്തോ എൻ്റെ വീട്ടിൽ മറ്റാരും ആ മേഖലയിലൂടെ സഞ്ചരിച്ചിട്ടില്ല. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഈ ലൈബ്രറിയുടെ ഭാഗമാവുകയും അന്ന് വായന ഒരു വല്ലാത്ത ഹരമായിരുന്നു. എൻ്റെ ഓർമ്മ എൻ്റെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അടുത്ത റിസൾട്ട് വരുന്നവരെയുള്ള ദിവസങ്ങളിൽ 238ഓളം പുസ്തകങ്ങൾ വായിക്കുകയും ഞാൻ ആ പുസ്തകങ്ങളെക്കുറിച്ച് റിവ്യൂ തയ്യാറാക്കുകയും ചെയ്തിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ വായനയാണോ എന്നറിയില്ല. ഈ മനോഹരമായി പറയാറുണ്ട്, നമ്മുടെ ഹൃദയം നിറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അധരങ്ങൾ അതിൻ്റെ പേരിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയാണെന്ന് തോന്നുന്നു ആദ്യമായി ഞാൻ പാട്ടുകൾ എഴുതി തുടങ്ങുന്നത് ഈ ആകാശവാണിയിലേക്ക്. അന്ന് ആ പ്രായത്തിലുള്ളവരുടെയൊന്നും പാട്ടുകളൊന്നും ആകാശവാണി അങ്ങനെ സ്വീകരിക്കുന്നതല്ല. പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമാകുന്നു. അങ്ങനെ യാത്രകൾ ചെയ്യുന്നു, ആകാശവാണിയിൽ പോകുന്നു. അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്കൊരു 19 വയസ്സുള്ള ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് തന്നെ എൻ്റെ പാട്ടുകൾ ആകാശവാണിയിൽ വന്നു തുടങ്ങുന്നു. അപ്പോൾ രചിച്ചിരുന്നു, ഒരുപാട് പാട്ടുകൾ എഴുതിയിരുന്നു. അപ്പോൾ ഈ പാട്ട് എഴുതിയാൽ പൈസ കിട്ടും എന്നുള്ളത് എനിക്ക് ആദ്യത്തെ അറിവായിരുന്നു. ആകാശവാണി ചെന്നപ്പോഴാണ് ഞാനോർത്ത് നമ്മുടെ ഒരു പാട്ട് ആകാശവാണി വരാൻ ബന്ധങ്ങൾ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചിരുന്നത്. ആദ്യം ഈ ബാലലോകത്തിനൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ഞാൻ അതിൽ എത്തുന്നത്. അപ്പം ബാലലോക പരിപാടി 1/2 മണിക്കൂർ അവതരിപ്പിക്കുമ്പോൾ ഇവർ അന്ന് 3800 രൂപയുടെ ചെക്ക് ഇത് കൊള്ളാനുള്ള പരിപാടി. കാരണം നമ്മൾ പരിപാടി റേഡിയോയിൽ വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് റേഡിയോയിൽ കേട്ടാൽ മതി. അപ്പോൾ അതൊരു ഹരമായി പിന്നെ ഞാൻ ഒരുപാട് പാട്ടുകൾ എഴുതി. എനിക്ക് 40ഓളം എൻ്റെ മാപ്പിളപ്പാട്ടുകളും ലളിതഗാനങ്ങളും ഒക്കെ ആയിട്ട് ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ കാശ് കിട്ടുമെന്നുള്ള അറിവ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അറിവ്. ഈ എഴുതിയ പാട്ടുകളിൽ ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ടിൻ്റെ 2 വരി ഓർമ്മയുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അതായത് ഇപ്പോൾ എത്രത്തോളം എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ആൽബങ്ങളിൽ സുജാത, വിജയ് യേശുദാസ്, ബാലകൃഷ്ണൻ, അങ്ങനെ കുറേ ഏറെ പാടിയിട്ടുണ്ട്. ഗായത്രി, നമ്മുടെ മാപ്പിളപ്പാട്ട് ഗായകൻ ഗഫൂറാണ് എൻ്റെ കുറേയേറെ മാപ്പിളപ്പാട്ടുകൾ പിന്നീട് ട്യൂൺ ചെയ്ത് പാടുകയൊക്കെ ചെയ്തത്. അതിൽ ഒരു പാട്ടിങ്ങനെയാണ്, നാഥാ നീ നൽകിയ അനുഗ്രഹം എത്രയോ നന്ദി ഞാൻ ചൊല്ലിയില്ല, കിട്ടാത്ത പരിഭവം ചൊല്ലിപ്പറഞ്ഞു ഞാൻ കേടുകൊണ്ട്. അത് വളരെ ഞാൻ കവിത പോലെ എഴുതിയതാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആ സംഗതി എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പടച്ചവനോട് നമ്മൾ പറയില്ല. അതിനെക്കുറിച്ച് നമ്മൾ മറന്നു. മറിച്ച് അപ്പോഴും കിട്ടാത്ത, എന്നിട്ടും ഞാൻ നിന്നെ മറന്നു, എന്നിട്ടും നീ എന്നെ ഇങ്ങനെ ഓർത്തു വെക്കുകയാണ്. എനിക്ക് എത്രയോ സൗഖ്യമായ ജീവിതം നൽകിയാണ് പടച്ചവനെ നീ എന്നെ കാത്തു വെക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞ ദീന ആണ് അവിടെ പറയുന്നത്. നമ്മൾ മിക്കവാറും ആളുകളുടെ ഒക്കെ ഒരു അബദ്ധമാണത്, നന്ദി പറയില്ല.
ഇല്ല. നന്ദി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര നന്ദി എത്ര ചെയ്താലും കുമ്പിട്ട് നന്ദി പറഞ്ഞാലും ഇതൊന്നും മതിയാവാത്തത്രോളം നന്മയല്ലേ നീ എനിക്ക് തന്നതെന്ന് പറയുന്ന അത് അങ്ങനെ തുടങ്ങിയാൽ എനിക്ക് തോന്നുന്നു ഞാനെഴുതിയ മാപ്പിളപ്പാട്ടുകൾ കൂടുതലും ഈ ഒരു സാധാരണ നമ്മൾ കേൾക്കുന്ന പഞ്ചാര സംഗതികൾക്കപ്പുറത്ത് കുറച്ചുകൂടെയൊക്കെ അല്ല ഒരു കണ്ടന്റ് എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ളത്. അറിവിൻ അപാരമാം ഖജനാവിനുടയവൻ അഹദവൻ മാത്രമല്ലോ, അതിൽ നിന്നൊരിത്തിരി അറിവിൻ്റെ മഹിമയെ മനുഷ്യനീ മണ്ണിലുള്ളൂ, എന്നിട്ടും എല്ലാം എൻ്റെ കാൽ കീഴിലാണെന്ന് അവൻ നനച്ചു. അങ്ങനെ പറയുന്ന അങ്ങനെയുള്ള കുറേ സംഗതികളാണ് കൂടുതലും എഴുതിയിട്ടുള്ളത്. പിന്നെ അങ്ങനെയുള്ള കുറേ പ്രാർത്ഥനാരൂപത്തിലുള്ളത്. പിന്നെ സൗദി അറേബ്യയിൽ എത്തിയതിന് ശേഷം ഒരു പ്രവാസ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന കരകാണ കഥനത്തിൻ കടലിൻ്റെ തീരത്ത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന കുറേ എനിക്ക് തോന്നുന്നു 100-ലധികം പാട്ടുകൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഞാനതൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഇപ്പോഴും പലർക്കും എൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല, ഞാനങ്ങനെ അയച്ചു കൊടുക്കാറൊന്നുമില്ല. എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ ഇപ്പോൾ പിന്നെ വായനക്കൊക്കെ പ്രേരണ ആരായിരുന്നു? ഒരു പിന്നെ നിങ്ങളെ ഇങ്ങനെ സ്വാഭാവികമായും പഠിക്കുന്ന സമയത്ത് നാട്ടിലെ അധ്യാപകരൊക്കെ തന്നെയാണ്. എൻ്റെ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ ഒരു പത്മാകര സാറുണ്ട്. ഇന്നും ഞാൻ ആലോചിക്കാറുള്ളത് അധ്യാപകരൊക്കെ ഇങ്ങനെയായിരുന്നു എങ്കിലെന്ന് നമ്മൾ കൊതിച്ചു പോകുന്ന. അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ അവധിക്കാലങ്ങളിലും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും, അദ്ദേഹത്തെ കാണും, അവിടെ നിന്ന് സംസാരിക്കും. മരിക്കുന്നതിന് മുന്നേ അല്ലേ? മരിക്കുന്നതിന് മുമ്പ് ഇപ്പോഴും പോകും. അദ്ദേഹത്തിൻ്റെ മകനും എൻ്റെ അധ്യാപകനാണ്, അദ്ദേഹം കോളേജ് അധ്യാപകൻ കൂടിയായിരുന്നു. പിന്നെ അതുപോലെ തുടങ്ങിയ പല അധ്യാപകരും, പിന്നീട് മലയാളം പഠിപ്പിച്ച പല അധ്യാപകരോടും എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അവരാണ് വായനയുടെ ഒരു ഇഷ്ടം. പിന്നെ എനിക്ക് തോന്നുന്നത് വായന കുട്ടികളിലൊക്കെ പ്രാവർത്തികമാക്കൊരു സംഗതിയാണ്. വായിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അപൂർവമായൊരു നിറവുണ്ട്, അതിലേക്ക് നമ്മളെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് വായനയ്ക്ക് കഴിയും. അപ്പം അങ്ങനെയാണ് ഞാൻ വായന ഉണ്ടാകുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിൽ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു വളരെ എല്ലാവരും ആക്ഷേപിക്കല്ല, പക്ഷേ അതൊക്കെ സംഭവിക്കുന്നത് പിന്നെ ഒരു കാരണം എന്താണ് ഞാനതിൽ മനസ്സിലാക്കുന്നത് എന്താ അറിയോ, നിങ്ങളെ പഠിപ്പിച്ച എത്ര അധ്യാപകർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും? വളരെ അപൂർവമായിട്ട് 2-3 പേര് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോഴും പോയി കാണാറില്ലേ? എന്തുകൊണ്ടാണ് അവരെ മാത്രം നമ്മൾ ഓർത്തു വെക്കുന്നത്? അവരധ്യാപകരായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഒരു 8 കൊല്ലം അധ്യാപകനായി ഇരുന്ന ആളാണ് മീൻസ് ട്യൂട്ടോറിയൽ അധ്യാപനത്തിൽ. എനിക്ക് തോന്നുന്നു ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇന്ന് ഒരുപാട് പേര് ഡോക്ടർമാർ, വലിയ പോസ്റ്റിലൊക്കെ എത്തിയിട്ടുള്ള കുട്ടികളുണ്ട്. ഈവൻ ഇന്നലെ കൂടി ഒരു കമ്പനിയുടെ ജനറൽ മാനേജറാണ്, അദ്ദേഹം എന്നെ വിളിക്കുകയാണ്, എന്നിട്ട് എന്നോട് സംസാരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കിയിരുന്നത് അന്ന് ഈ ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് സത്യത്തിൽ ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികളൊക്കെ വന്നിരിക്കും. ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളെ വിട്ടു പോകില്ല. കാരണം ഞാൻ അവരുടെ ജീവിതത്തിലെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു. അവരുടെ ഒരു കൂട്ടുകാരനായിട്ടോ അവരുടെ ഉപദേശകനായിട്ടോ അവർക്കൊരു വഴികാട്ടിയായിട്ടോ ഒരു പഠനം മാത്രമായിരുന്നില്ല. ഞാൻ അവരോട് എപ്പോഴും പറയും, നിങ്ങൾ ഈ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് നല്ല മനുഷ്യനാവുക എന്നുള്ള പാഠമാണ് എപ്പോഴും. ഞാൻ എൻ്റെ പഠനത്തെ കേവലം പാഠപുസ്തകങ്ങളെ പഠിപ്പിക്കൽ മാത്രമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു ഘട്ടമെങ്കിലും അവസാനമെങ്കിലും ഞാനൊരു ചെറിയ കഥയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ ആ വർത്തമാന കാലത്തുള്ളൊരു അപ്ഡേഷനൊക്കെ പറയും. അത് കുട്ടികളെ സ്വാധീനിച്ചിരുന്നു എന്ന് ഇന്നും അവരൊക്കെ വന്ന് തന്നെ കാണുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദുബൈയിലെ ഒരു വലിയ IT കമ്പനിയുടെ ഓണർ കൂടിയാണ് അതേപോലെ അപ്പോൾ അവൻ സൗദി അറേബ്യ വന്നിട്ട് എന്നെ വിളിക്കുകയാണ്, സാർ എനിക്ക് കാണണം. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം 10-20-25 കൊല്ലം, 25 30 കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു പോയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര സെറ്റപ്പിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു. എൻ്റെ പല സുഹൃത്തുക്കളും, ഞാൻ പറഞ്ഞത് എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഞാനിവനെ പരിചയപ്പെടും. കാരണം നമ്മുടെ സ്റ്റുഡൻ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെയുള്ള കളയണ്ടാന്ന്. അപ്പോൾ അവന് അവിടെ വലിയ ഇതിൽ തിരുത്തിയിട്ട് പറഞ്ഞു, ഇല്ല എൻ്റെ അധ്യാപകനാണ് അദ്ദേഹം, എനിക്ക് എവിടെയും ഞാനത് പറയുമെന്ന് പറഞ്ഞപ്പോൾ കിട്ടുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അപ്പോൾ അത് വലിയ ഭാഗ്യമാണ്. പിന്നെ സാജി സാർ ഇത് പറഞ്ഞപ്പോഴേ ഇവിടെ എനിക്ക് ഓർമ്മ വന്നത് പറയാതെ പോയി കഴിഞ്ഞാൽ, കാരണം എൻ്റെ ഈ റേഡിയോ കേൾക്കുന്ന ഒരു അധ്യാപകൻ ഇപ്പോഴും ഉണ്ട്. എന്നെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ പേര് VR അച്യുതൻ നമ്പൂതിരി എന്നാണ്. അത് അങ്ങനെ ഓർക്കാൻ കാരണം, അന്ന് പഠനത്തിൽ കുറച്ച് പിന്നോക്കം വന്ന കുട്ടികളെ അദ്ദേഹം വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്ന് നമ്പൂതിരിമാരെ ഇല്ലത്തേക്ക് വളരെ കുറഞ്ഞ ആളുകൾക്ക് ഇല്ലത്തിൻ്റെ ഇല്ലത്ത് കൊണ്ടുപോയി അവിടെ രാത്രി അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച് അവിടെ കിടന്നുറങ്ങി
പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പോകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നു. മറക്കില്ല നമ്മൾ. വി ആർ അച്ചു എന്ന അദ്ദേഹം എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തും കൂടിയാണ്, ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഒറ്റ കുറവേ ഉള്ളൂ. നമ്മൾ അധ്യാപകരെന്ന് പറയുന്നത് കേവലം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിപ്പിക്കേണ്ടവരല്ല, കുട്ടികളുടെ മനസ്സിനോട് സംവദിക്കേണ്ടവരാണെന്ന് തിരിച്ചറിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തെ എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ പരിഹാരവും. അധ്യാപക വിദ്യാർത്ഥി ബന്ധം, അതെ, ബന്ധങ്ങളെയൊക്കെ മാറ്റും. എല്ലാ കുട്ടികളും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അതെ അതെ. ഞാനൊരു സംഗതി കൂടെ എനിക്ക് പറയണമെന്ന് തോന്നുന്നു. അതായത് പിന്നെ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവ് എന്ന് പറയുന്ന എഴുത്തുകാരൻ നമുക്കറിയാം മലയാളത്തിൽ. അദ്ദേഹത്തിൻ്റെ പിന്നെ കഥകൾ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ പാഠപുസ്തകമാക്കി. പക്ഷെ 9ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് എത്ര പേർക്കറിയാം. എങ്ങനെ? അപ്പോൾ അദ്ദേഹം അതിന് പറയുന്നൊരു സംഗതിയുണ്ട്. അദ്ദേഹം ഒരു സ്കൂളിൽ പഠിക്കുന്നു. ആ സ്കൂളിൽ അദ്ദേഹത്തിന് പിന്നെ ആ ക്ലാസ്സിൽ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല നിരന്തരമായ കളി. കാരണം ഒരു ദരിദ്ര വീട്ടിൽ നിന്നാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം എടുക്കുന്ന മുണ്ട് ഉടുപ്പും ഒക്കെ ചിലപ്പോൾ മുഷിഞ്ഞതായി കളിയാക്കൽ. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ സ്കൂളിൽ പോകാൻ മടി, ക്ലാസ്സിലോട്ട് പോകുന്ന ഇത് ആലോചിച്ചിട്ട് പോകുന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വാപ്പ ക്രൂരമായി ഇദ്ദേഹത്തെ മർദ്ദിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഇദ്ദേഹം ഒരിക്കലും സ്കൂളിൽ പോകാതെ അടുത്ത ഒരു പിന്നെ ഇതിൽ കയറിയിരിക്കും, ഒരു കടമുറിയിലെവിടെയോ കയറി ഒളിച്ചിരിക്കും. ഒരിക്കലും വാപ്പ ഇതറിയാണ് ആരോ പറഞ്ഞിട്ട്. വാപ്പ വന്നിട്ട് ഇയാളെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചിട്ട്, അന്ന് പിന്നെ 10-11 വയസ്സുള്ള ഈ കുട്ടിയെ അഴിച്ചിട്ട് വീട് വരെ അതിക്രൂരമായി തല്ലുകയാണ്. അപ്പോഴതുവഴി വരുന്ന ഒരു അച്യുതൻ മാഷ്, രാഘവൻ മാഷ് ഇത് കണ്ട് അദ്ദേഹം ഓടി വരുന്നു. ഇദ്ദേഹത്തെ പിന്നെ തടുത്ത് പിടിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, എന്താണ് മോന് സ്കൂളിൽ പോകാൻ? പറഞ്ഞു, എനിക്ക് ആ സ്കൂൾ ഇഷ്ടമല്ല. അതായത് സംസാരിക്കാൻ വയ്യ, അത്രയും അങ്ങ് വിങ്ങി തകർന്നു പോയൊരു മനുഷ്യനാണ്. എനിക്ക് ആ സ്കൂൾ ഇഷ്ടമല്ല. രാഘവ മാഷ് പറഞ്ഞ എൻ്റെ സ്കൂളിൽ നീ വരും പറഞ്ഞിട്ട് ഇദ്ദേഹം ആ സ്കൂളിൽ കൊണ്ടുപോകുന്നു. 7ാം ക്ലാസ്സിൽ അവിടെ ചേർക്കുന്നു. പക്ഷെ അത്ഭുതകരമായ സംഭവം എന്ന് വെച്ചാൽ ആ 7ാം ക്ലാസ്സിൽ സംഭവിക്കുന്നത് ആ സ്കൂൾ ലീഡറായിട്ട് ഇദ്ദേഹം മാറുന്നു, ക്ലാസ്സിൽ മിടുക്കനാവുന്നു, ആദ്യമായി നാടകം എഴുതി സംവിധാനം ചെയ്യുന്നു, അവിടുത്തെ കലാപ്രകടനങ്ങളിൽ ഇയാൾ വലിയ ആളാണ്. ഒരു അധ്യാപകനൊന്ന് തൊട്ടപ്പോൾ ഒരു വിദ്യാർത്ഥിയിലുണ്ടായ മാറ്റമാണ്. ജീവിതം പഠനം നിർത്തിയിട്ട് പിന്നീട് അദ്ദേഹം അത് തുടരുകയും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുകയൊക്കെ ചെയ്യുന്ന ഒരു കഥയുണ്ട്. മീൻസ് ഇത് എത്ര പേർക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ച് ആസ്വദിക്കുന്നവർക്ക് അറിയുമെന്നറിയില്ല. ഞാനും അദ്ദേഹവുമുള്ളൊരു സ്വകാര്യ ബന്ധങ്ങളിൽ ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള വിഷയങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കാറുണ്ട്. എന്നെ വല്ലാണ്ട് ത്രസിപ്പിച്ച, വല്ലാണ്ട് മനസ്സിൽ തൊട്ടൊരു അനുഭവമായിരുന്നു അത് പറഞ്ഞു. അധ്യാപകരെങ്ങനെ ആവണമെന്നുള്ളൊരു സത്യത്തിൽ അധ്യാപകരെല്ലാം കേൾക്കേണ്ട ഒരു കഥയാണ്. കാരണം എന്താ പറയുക, ഇതിൽ വലിയൊരു പാഠമുണ്ട്, മെസ്സേജ് ഉണ്ട്. ഇന്ന് പലപ്പോഴും എല്ലാ അധ്യാപകരെയും അടച്ചാക്ഷേപിക്കില്ല. അവരൊക്കെ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറി എന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. എൻ്റെ ഭാര്യ പിന്നെ മാതാവ് 42 വർഷം അധ്യാപികയായിരുന്നു. ഇന്നും എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഇന്ന ടീച്ചറുടെ കാരണം എനിക്ക് ഓർമ്മയുണ്ട്, അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു. എൻ്റെ ഭാര്യ അധ്യാപികയാണ്. എൻ്റെ ഭാര്യ ചില സമയത്ത് കുട്ടികളുമൊക്കെ ആയിട്ട് വീട്ടിൽ വരാറുണ്ട്. ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും കുട്ടികളെ. അതൊക്കെ വലിയ സന്തോഷം തോന്നാറുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് വരാത്തതൊക്കെ ഇതിൻ്റെ ഒക്കെ ഒരു റീസൺ ഇത്രയൊക്കെ ആയിരിക്കും അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. എന്തായാലും പിന്നെ സാറിൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇനി കുട്ടികൾ അന്നത്തെ കാലത്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? എനിക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയം എന്നല്ല, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മളെ കൊണ്ടുണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഞാനങ്ങനെ ഈ ആ കാലത്ത് ബാലജന സഖ്യങ്ങളിലൂടെയൊക്കെയാണ് അപ്പം ഞാൻ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ തട്ടിക്കൂട്ടി സംഘടിപ്പിക്കും. പലപ്പോഴും കാശൊന്നും ഉണ്ടാവാറില്ല, നിരന്തരമായ പിന്നെ ബാധ്യതകൾ വരും. പക്ഷെ എങ്കിലും അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വല്ലാണ്ട് മഴ പെയ്യുന്ന ഒരു രാത്രി, ഞങ്ങളുടെ അവിടെ മഴ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. രാത്രിയിൽ റോഡിൽ പിന്നെ വിളക്കില്ല, അപ്പം ഈ കാറ്റത്ത് കുട നിൽക്കില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് വലിയ ബ്രേക്കൊന്നും ഇല്ലാത്ത ചെറിയ സൈക്കിളാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഹരിലാലും പിന്നെ ഈ രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ കുട കാറ്റത്ത് പറന്നു പോവാണ്, മഴ നനയുന്നു. അപ്പോൾ ഈ സീവാളിന് വേണ്ടിയിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ നേരെ കുഴിയിലേക്ക് വീഴുന്നു. അപ്പോൾ ഞങ്ങൾ എവിടെ പോയിട്ട് വരികയെന്ന് വെച്ചാൽ ഇതുപോലെ അവിടെ നടക്കുന്ന കുട്ടികളെ നാടൻ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഒരു കളരി കുറച്ച് ദൂരെയുണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് ഈ കുട്ടികളെയൊക്കെ ഇത് പഠിപ്പിച്ചിട്ട് വരുന്ന വഴിയാണ്. അവിടെ കിടന്നുകൊണ്ട് എന്നോട് ഈ ഹരിലാൽ ചോദിച്ചു,
അല്ല സാജിദ്, നമ്മൾ നമ്മൾ മണ്ടന്മാരാണ്, എന്തിനാണിത്? അപ്പം ഞാൻ ഹരിയെടുത്ത് പറഞ്ഞു, ഹരി ഇതൊക്കെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഓർമ്മയാവുന്ന ചില നിമിഷങ്ങൾ നിനക്കുണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പോഴില്ലെങ്കിലും കുറേ കഴിഞ്ഞു. എനിക്ക് ഓർക്കുന്നത്, ഞാൻ ഗൾഫിൽ, പിന്നെ ഞങ്ങളിങ്ങനെ പിരിഞ്ഞു. ഹരി മുംബൈയിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജറായിട്ട് പോയി. ഞാനിവിടെ വന്നു. അതിനിപ്പോൾ എനിക്ക് ഹരി ഒരു കത്തയക്കുകയാണ്. ഞാൻ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓരത്ത് ഒരു ചെറിയ കട്ടിലിരുന്ന് എനിക്ക് ആകാശം കാണാം. അവിടെ കിടന്ന് രാത്രിയിൽ ഞാനിങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ സാജിദ് പറഞ്ഞ വാക്കുകൾ ഓർക്കും. ഇത്ര രസകരമായ രാവുകളായിരുന്നു അത്. അന്ന് അത് തന്ന ആത്മവിശ്വാസമാണ് ഇന്ന് ഇവിടെ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നത്. എല്ലാവരുടെയും കാര്യം അതാണ് അല്ലേ? നമുക്ക് വലിയ ചെറുപ്പത്തിലുള്ള ആ ഒരു അനുഭവങ്ങൾ ഇന്ന് കുട്ടികൾക്ക് കുറവാണോ എന്നൊരു സംശയം. കുറവാണ്. അത്ര അനുഭവങ്ങളില്ല. അവരും ഈ ഗാഡ്ഗറ്റ്സിന്റെ മുകളിലൊക്കെ കഴിഞ്ഞു. എന്തായാലും ഞാൻ ആ ചോദ്യം ചോദിക്കാനേ, കുട്ടികളുടെ രാഷ്ട്രീയം എന്ന് ചോദിക്കാൻ, രാഷ്ട്രീയം കുട്ടികൾക്ക് വേണം അല്ലെ? കുട്ടികളുടെ രാഷ്ട്രീയം വേണം കൃത്യമായ. അതായത് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അതായത് അതിനുശേഷം വളരെ അത്ഭുതകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ വന്ന ഒരു 2-3-4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ പഠിച്ച സ്കൂളിലെ +2 കുട്ടികളുമായി ഒരു ദിവസം ഒന്ന് സംവദിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് അവിടുത്തെ അധ്യാപകരെ വിളിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടതെന്ന് വെച്ചാൽ, ഞാൻ രസകരമെൻ്റെ പഴയ സ്കൂൾ ഓർമ്മയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എൻ്റെ കൂടെ പഠിച്ച ചിലർ അവിടെ അധ്യാപകരായിരുന്നു. അപ്പോൾ എന്താ സംഭവം? ഞാൻ ഇങ്ങനെ സ്കൂളിൽ വിളിച്ചിട്ട് വന്നതാണ്. മോനെ, ആ ക്ലാസ് പെശകാണ് കേട്ടോ, നീ നോക്കിക്കോളൂ. ഞാൻ പെശകോ കുട്ടികളോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുട്ടികളെ അങ്ങനെ പേടിക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് വേറെയാണെന്ന്. അപ്പോൾ ഞാൻ കയറി അങ്ങനെ രസകരമായിട്ട് നമ്മളിങ്ങനെ ഞാൻ കുറച്ച് ഈ ഐസ് ബ്രേക്കിംഗ് ഗെയിമുകളൊക്കെ ചെയ്ത്, അപ്പോൾ കുട്ടികളിങ്ങനെ വാമായി വരികയാണ്. അപ്പോൾ 2-3 പേര് പെട്ടെന്ന് വാതിലിൽ വന്ന് നിന്നു. സാർ, എന്തേ? ഞങ്ങൾ ഈ ക്ലാസ്സിലുള്ളവരാണ്. ഞാൻ പറഞ്ഞു, മക്കൾ എവിടെ പോയിരുന്നു? ഇല്ല, ഞങ്ങളിപ്പോഴൊക്കെ വരാവും എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക്, അപ്പം ഈ ക്ലാസ് ടീച്ചറിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ കയറ്റിയിരുത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് കൗതുകം തോന്നി, അധ്യാപകർ എന്തിനാണ് ഇവരെ പേടിക്കുന്നത്? ഞാൻ പക്ഷേ ഇവരെ ബോധപൂർവം ഇവരുമായി സംസാരിക്കുകയും ക്ലാസ് അത് ഭയങ്കര രസകരമായിട്ട് 2 മണിക്കൂർ ഞങ്ങളിങ്ങനെ ക്ലാസ് എടുത്തു. ഞാനോട് സംസാരിക്കുക. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉപദേശമൊന്നും ഇഷ്ടപ്പെടുന്നവരല്ല കുട്ടികൾ. അവരെ ഒന്ന് മനസ്സിലാക്കി അവരുടെ ഭാഷയിൽ നിന്നുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പലതും എനിക്ക് തോന്നുന്നു അവരോട് പറയാൻ പറ്റും. അല്ലാതെ നീ നന്നാവണം, നീ അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഭാഷയും അവരുടെ ജീവിതവും അവരിപ്പോൾ ഇഷ്ടപ്പെടുന്ന ജീവിത കഥകളും ഒക്കെ പറയുന്നിടത്ത് നമുക്ക് പലതും വിജയിക്കാൻ പറ്റും. എന്നിട്ട് അവർ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഈ ക്ലാസ് എഴുതി കുഞ്ഞുങ്ങളെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഞാൻ വെറുതെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ചില നേതാക്കന്മാരുടെ പേര് വെച്ചു, അതൊന്നും അവർക്കറിയില്ല. ഞങ്ങൾക്കറിയാവുന്ന ഒരു അണ്ണനേ ഉള്ളൂ, അണ്ണൻ വന്ന് പറയും, ഞങ്ങൾ വിട്ടു. ഇത് വളരെ ഇതിപ്പോൾ കുട്ടികളുടെ രാഷ്ട്രീയം ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ കേൾക്കുന്ന രാഷ്ട്രീയം, ഇവിടെ ആവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെയുള്ള ജാഥകളൊക്കെ കേൾക്കുമ്പോഴുള്ള മുദ്രാവാക്യങ്ങൾ, കയ്യും വിട്ടും കാലും വിട്ടും, ഇത്തരമൊക്കെ സ്വാഭാവികമായി മാറിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? അതെന്താ സംഗതി എന്ന് വെച്ചാൽ, നമ്മൾ ചിലരെ കല്ലുതിരിക്കും. ഞങ്ങൾ മതേതരവാദികളാണ്, ഞങ്ങൾ ജനാധിപത്യവാദികളാണ്, നിങ്ങൾ ഭീകരവാദികളാണ്. നിങ്ങൾ ഭീകരവാദം ചെയ്യുന്നോ ഇല്ല എന്നുള്ള ഒരു ചോദ്യമൊന്നുമില്ല. ഞങ്ങളെല്ലാ ഭീകരവാദം ചെയ്താലും ഞങ്ങൾ മതേതരവാദികളാണ്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നിങ്ങൾ എത്ര സ്വാത്വികരാണെങ്കിലും സമാധാനപ്രിയരാണെങ്കിലും നിങ്ങളെ ഞങ്ങൾ തിരിച്ചേക്കുന്നത് ഭീകരവാദികളാണ്. നിങ്ങൾ മിണ്ടാൻ പാടില്ല. ഞങ്ങൾക്ക് പലതും പറയാം. ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഒറ്റ വാക്കിൻ്റെ ചതുരക്കളിൽ സർവ്വതോന്നിവാസവും കാണിക്കാം. അതുകൊണ്ടാണ് തലവെട്ടുന്നവൻ അംഗീകരിക്കപ്പെടുകയും, കൈവിട്ട രാഷ്ട്രീയത്തെ ഞാൻ ന്യായീകരിക്കില്ല, പക്ഷേ കയ്യോ കാലോ വെട്ടുന്നവൻ മഹാക്രിമിനലാകുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു നിഷ്പക്ഷ നിരീക്ഷണം പറഞ്ഞാണ്. രണ്ടിനെയും ഞാൻ ന്യായീകരിക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ പലപ്പോഴും ഗീർവാണ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരുത്തനെ കൊല്ലുന്നതിന് യാതൊരു സ്വന്തം കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കൊല്ലുന്നതിന് അയാളുടെ ഒരു ഡിവിയേഷൻ അല്ലെങ്കിൽ അയാളൊന്ന് വേറൊരു ഇതിലേക്ക് പോയപ്പോൾ അയാളെ കൊല്ലുന്നതിന് ഒരു മനസാക്ഷ്യമില്ലെന്ന് പറയുന്ന പ്രത്യശാസ്ത്രത്തെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുക? അതാര് ചെയ്താലും അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. അതാണ് എന്തായാലും നമ്മളൊക്കെ പ്രത്യാശിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ തലമുറ ഇതിനെയൊക്കെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ആരൊക്കെ ഇരുട്ട് പരത്താൻ ശ്രമിച്ചാലും ഞാൻ പലപ്പോഴും ആലോചിക്കുന്നതെന്ന് വെച്ചാൽ, എത്ര ദീർഘമായ രാത്രിയെയും
പിന്നെ അവസാനിക്കുകയും അവസാനം സൂര്യൻ ഉദിക്കുകയും ചെയ്യും. ഒരു നല്ല അപ്പോൾ ആ പ്രഭാതങ്ങൾ നമുക്ക് വരും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഭയചകിതരാകുന്നതിന് പകരം നമ്മൾ നമ്മുടെ ധാർമ്മിക ബോധത്തിൽ നിങ്ങളെ അവരെന്തും വിളിച്ചോട്ടെ, നിങ്ങളെ ഭീകരവാദികളെന്ന്, പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് എന്താ, നിൻ്റെ ഏകാന്തതയിൽ മനുഷ്യനെ പുറത്ത് കാണുന്ന രൂപഭാവാദികളൊന്നും അല്ലല്ലോ നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാവണമെന്ന് ചോദിച്ചാൽ അവൻ്റെ ഏകാന്തമായ അവസ്ഥകളിൽ അവൻ ആരാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ്. ഞാൻ എൻ്റെ മക്കളോടും ഒക്കെ പറയും, നിങ്ങൾ എങ്ങനെയാകുന്നു എന്നുള്ളതല്ല വിഷയം, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നിടത്ത് നിന്നാണ് വിഷയം. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പുറമേ ഞാൻ ആരാണ്, അയ്യോ നല്ല മനുഷ്യനാട്ടോ, പക്ഷെ നമ്മളെ മനസ്സിൽ കാണുന്ന ഒരാളുണ്ടല്ലോ അല്ലേ, ആ ബോധ്യമാണ് മതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് ആ ബോധ്യമാണ്, മതമല്ല. ഞാൻ മതത്തിനെ അങ്ങനെ പറയുന്നില്ല, ആത്മീയ ബോധ്യം എല്ലാ മനുഷ്യരും ഉണ്ടാകുക എന്നുള്ളത് ആവശ്യമാണ്. എന്തായാലും നമ്മളിപ്പോൾ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ കൂടുതൽ ജനങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നത് പ്രവാസത്തിലേക്ക് വന്ന സാജിദ് ആറാട്ടുപുഴ പ്രവാസം സ്വീകരിക്കാനുണ്ടായിരുന്നൊരു കാരണമാണ്. വളരെ രസകരമായ സംഭവം. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടത്, ഞാൻ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അന്നിങ്ങനെ ഈ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഗതിയാണ്. അപ്പം വലിയ വലിയ എഴുത്തുകാരെയൊക്കെ എൻ്റെ നാട്ടിൽ കൊണ്ടുപോകണം, ഇതാണ് എൻ്റെ ഇഷ്ടം. അന്ന് ഈ വാരഫലം എഴുതുമായിരുന്ന എം കൃഷ്ണൻ നായരുണ്ട്. എം കൃഷ്ണൻ നായർ ഇന്ന് മലയാള സാഹിത്യം ഓർക്കാതെ പോകുന്നത് മലയാള സാഹിത്യത്തിൽ എല്ലാ സാഹിത്യകാരന്മാരും വലിച്ചു കീറിയിട്ടുണ്ട് അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തോളം പ്രഗത്ഭനായ ഒരു നിരൂപകനെ പിന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എം കൃഷ്ണൻ നായർ, പിന്നെ ചെറിയാൻ ഫിലിപ്പ്, അന്ന് എൻ്റെ വളരെ അടുത്ത ഒരു സൗഹൃദത്തിലുണ്ടായിരുന്നു അദ്ദേഹം, പിന്നെ കരമന ജനാർദ്ദൻ നായർ, അന്നത്തെ ഒരു ഫേമസ് സിനിമ നടന്നു. അപ്പോൾ ഞാൻ ഇവരെ 3 പേരെയും നാട്ടിലെ ഒരു പരിപാടിക്ക് കൊണ്ടുവരണം. അങ്ങനെ ഞാൻ രാവിലെ ട്യൂട്ടോറിയൽ ഇതുപോലെ ശനിയാഴ്ച പഠിപ്പിച്ച് കഴിച്ചിട്ട് അപ്പോൾ അതങ്ങനെ പോവാണ്. കാശൊന്നും ഒരു വിഷയമല്ല. ഞാനിങ്ങനെ വെറുതെ കുട്ടികളോട് ചോദിച്ചു, ആരെങ്കിലും ഫീസ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2-3 പേര് തന്ന ഫീസും ഒക്കെ വാങ്ങി ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായി നേരെ തിരുവനന്തപുരത്തിന് പോവാണ്. തിരുവനന്തപുരത്തിന് പോയി ഞങ്ങൾക്ക് അവിടെ ഒരുപാട് കുറേ സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങൾ മീൻസ് ഒരു കവി, പിന്നെ അമ്പലപ്പുഴ രാജഗോപാൽ സാറിൻ്റെ ശ്രീകരയൊക്കെ അങ്ങനെ കുറേ സൗഹൃദങ്ങളുണ്ട്. കിടക്കാനും ഭക്ഷണമൊക്കെ തരാനും ഒക്കെ കുറേ ചിലവാക്കണ്ടല്ലേ. രാത്രി അവിടെയൊക്കെ ചെന്ന് കയറിയാൽ നമ്മൾ അവധൂതനെ പോലെ നടക്കുന്നൊരു കാലമാണ്. ചിലവാക്കാനൊന്നും ഇല്ലേ എവിടെ. അതുപോലെ തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു സയ്യിദ് ഖാൻ, അദ്ദേഹം പത്രപ്രവർത്തകനാണ്, അദ്ദേഹത്തിൻ്റെ മുറി. അപ്പോൾ ഇച്ചിരി സൗകര്യങ്ങൾ മതി നമുക്കിങ്ങനെ കിടക്കാൻ. നമ്മൾ തിരുവനന്തപുരം പോകാമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സെക്രട്ടേറിയറ്റിലെ എവിടെയെങ്കിലും ഒരു മുറിയിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞ് നടക്കുന്ന സമയം. അങ്ങനെ ഞാൻ 3 ദിവസം ഓർക്കുന്നു. ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാണ്ട് കുളിർ കോരുന്ന അനുഭവങ്ങളാണ്. ഇത്രയും വലിയ പ്രതിഭകളുടെയൊക്കെ മുമ്പിൽ പോയിരുന്ന് ദിവസങ്ങളോട് സംസാരിക്കുന്നു. അവർ 3 പേരും ആറാട്ടുപുഴയിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ഞാൻ വലിയ ആഘോഷത്തിൽ 3 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തുന്നു. ഞാൻ എവിടെ പോയത് വീട്ടുകാർക്കൊന്നും അറിയില്ല. അന്ന് എൻ്റെ വേഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ കതർ ഷർട്ടുണ്ട്, പക്ഷെ അതാകെ ഇതുണ്ടാവും, ഒരു തുണിസഞ്ചി എപ്പോഴും കയ്യിലുണ്ടാവും, ഒരു പുസ്തകങ്ങളുണ്ടാവും, ഒരു അവധൂത യാത്രയായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ബന്ധുക്കളൊക്കെ എത്തിയിരിക്കുന്നു, മാമാമാരും അവരും ഒക്കെ. എന്താ സംഭവം? അപ്പോൾ ഞാൻ എവിടെ ആയിരുന്നു എല്ലാവരും കൂടെ? ഞാനിങ്ങനെ ഇനി കറക്കമൊക്കെ നിർത്തിക്കോണം. ഞാൻ എന്തു പറ്റി? ഗൾഫിൽ പോകാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ചു, ഞാനോ? കാരണം ഞാൻ വീട്ടിലെ 7 മക്കളുടെ ഇടയാളാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാൽ ഞാൻ ഈ കറങ്ങിയത്. സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂത്തൊരു ജ്യേഷ്ഠനുണ്ട്, അദ്ദേഹം ഗ്രാജുവേഷനൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് ഗൾഫിലേക്ക് ഒരു വിസ വന്നു. പക്ഷെ ആ വിസ വന്ന ദിവസം അദ്ദേഹത്തിന് PSCയുടെ ജോലിക്കുള്ള അഡ്വൈസ് മെമ്മോയും വന്നു. 2 ഒരേ ദിവസം വന്നു. ജോലിക്കുള്ള അഡ്വൈസ് മെമ്മോ വന്നപ്പോൾ അദ്ദേഹത്തിന് ജോലിയായി, പിന്നെ വിസ ബാക്കിയായി. അത് നിങ്ങൾക്കൊരു വിനയായി. അങ്ങനെ ഇതിൽ ഒറ്റ ദിവസം കൊണ്ട് സർവ്വ സാമ്രാജ്യവും തകർന്നു പോകാന്ന് പറയത്തില്ലേ. ഇനി എൻ്റെ മുമ്പിൽ സമയമില്ല, ഒരാഴ്ചയേ ഉള്ളൂ. എല്ലാവരും കൂടെ ഇല്ല കൈയും കാലും കെട്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, പഴയ സതീ സമ്പ്രദായമൊക്കെ പോലാണ്, വേണ്ടാച്ചിട്ട് അതിനകത്ത് തള്ളിയിടാന്ന് പറയുന്നത്. ഞാനിങ്ങനെ അരച്ചത് ഇവർക്കൊക്കെ ഒരു മനസാക്ഷിയില്ല. കാരണം ഈ നാട്ടിലെ ഈ ഉത്സവങ്ങളിൽ നിന്നാണ് നമ്മളെ കയറ്റി വിടുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിരിക്കും. ഒരുപാട് എന്നെ യാത്രയാക്കാനൊക്കെ എത്രയോ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു സംഘടനകളിലൊക്കെ ഒരുപാട് ആളുകൾ വന്നു. അപ്പോൾ സ്വപ്നം കാണാത്ത ഇതായിരുന്നു പ്രവാസം. പക്ഷേ വന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചത് ഇപ്പോഴും എൻ്റെ ഡയറി ഇടയ്ക്കൊക്കെ ഞാൻ നോക്കും.
എനിക്ക് തിരികെ പോകണം. എൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ഇല്ലെങ്കിൽ ഈ ഗ്രാമമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളൊക്കെ കാണും ഈ ഗ്രാമത്തെ ഇങ്ങനെ ചലിപ്പിക്കുന്നതൊക്കെ നമുക്ക് തോന്നുന്നൊരു പ്രായമുണ്ടല്ലോ. പക്ഷെ അത് പിന്നീട് ഞാൻ ഈ അവധി കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ പ്രായമായ ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് പറയും, ഇവിടെ താനൊക്കെ പോയതിന് ശേഷം ഈ ഗ്രാമം ഉറങ്ങിപ്പോയി. പക്ഷേ ഞാൻ ഈ സ്ഥിരം എൻ്റെ പ്രധാന ഒരു പരിപാടി കമൻട്രി പറച്ചിലായിരുന്നു. അപ്പോൾ ഈ ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക്, മതപ്രസംഗങ്ങൾക്ക്, വള്ളം കളിക്ക്, വോളിബോൾ ടൂർണമെൻറ്റ്, മൈക്ക്, പിന്നെ ജുവലറിയുടെ. അപ്പം എൻ്റെ സ്വരം കേൾക്കാതെ മിക്ക ദിവസവും ആൾക്കാർ ഇങ്ങനെ അന്നത്തെ കാലത്ത് റേഡിയോയിലുള്ള അവതാരകരെ പോലെ. അതെ അതെ അതെ. അതായത് നാട്ടിൽ അങ്ങനെ ഒരു മൈക്ക് എന്താ പറയുക നമ്മുടെ ലോകമായിരുന്നൊരു സമയം. പിന്നെ ഇതുപോലെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവരൊക്കെ പറയുന്നുണ്ടോ താനൊക്കെ പോയ ശേഷം ഗ്രാമം ഉറങ്ങിപ്പോയി കേട്ടോ, പിന്നെ അങ്ങോട്ട് ഉണർന്നിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനന്ന് പോകുമ്പോൾ അടച്ചിട്ടിരുന്ന ലൈബ്രറി പിന്നെ ഇത് തുറന്നിട്ടില്ല ഇതുവരെ. അതാണ് എൻ്റെ വ്യത്യാസം. ചില കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തിയായിരിക്കും അതിങ്ങനെ കൊണ്ടുനടക്കുന്നത്. എന്തായാലും പ്രവാസത്തിൽ വന്നപ്പോഴേ പ്രവാസം ഇത് വരുമ്പോൾ ഒരു ധാരണ ഉണ്ടാവുമല്ലോ, ആ ധാരണയും യാഥാർത്ഥ്യം തമ്മിലുള്ള ഒരു ഞാൻ പിന്നെ മനസ്സൊരുക്കായിരുന്നു. കാരണം ജീവിതത്തിൽ കുറേ പ്രയാസങ്ങളും എന്തായാലും ഇവിടുന്ന് അതിജീവിക്കണം. വലിയ ശമ്പളത്തിലൊന്നും അല്ല വന്നത്, പക്ഷെ ഞാൻ വളരെ കരുതലോടെ ജീവിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് തന്നെ എനിക്ക് വലിയ സൗഹൃദങ്ങളുണ്ടായി. വന്നൊരു 2 ആഴ്ച കഴിക്കുമ്പോൾ തന്നെ വളരെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ കിട്ടി. അതിൽ പ്രധാന ഒരു കാരണം ഞാനൊന്ന് ഈ വല്ലാണ്ട് ചതുരവടിവിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു. മലയാളം ഇങ്ങനെ ഇപ്പോഴും ചിലപ്പോഴൊക്കെ ഞാൻ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്ന ഒരു സംഗതിയാണത്. പക്ഷെ അത് അങ്ങനല്ല. അത് എന്താ പറയുക, ഈ കമൻട്രി പറച്ചിലും ഒക്കെ ആയിട്ടൊക്കെ പറ്റിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ല, ഞാനത് ബോധം സംസാരിക്കുന്നതല്ല. എന്നോട് എൻ്റെ ഏറ്റവും വലിയ എക്സസൈസസ് എൻ്റെ ഭാര്യയും മക്കളൊക്കെ അവർ പറയും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ. പക്ഷെ അത് ഒരു ശൈലിയായി പോകുന്ന കേട്ടോ. പക്ഷെ അത് കുറേ പേർക്ക് ഇഷ്ടമായിരുന്നു അത്. അപ്പം പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഇവരൊക്കെ വരും. അപ്പോൾ എന്നിട്ട് ഇവരെന്നോട് കത്തുകളൊക്കെ കുറച്ച് സാഹിത്യത്തിലൊക്കെ എഴുതി തരാൻ പറയും. അപ്പോൾ എന്നതിലൊരു വലിയ കൗതുകമായിരുന്നു മറക്കാതെ. അപ്പം ഞാൻ എഴുതി കൊടുക്കും. വിഷയം അവർ പറഞ്ഞു ഇപ്പം പലർക്കും പ്രണയം ഉണ്ടായിരുന്നു, പ്രണയലേഖനങ്ങൾ എഴുതി കൊടുക്കുക. അപ്പോൾ ഈ സാഹിത്യം എൻ്റെ കയ്യിൽ കുറച്ചൊക്കെ ഉള്ളതും ഈ പ്രണയലേഖനങ്ങൾ എഴുതി കൊടുക്കുക. അതിനൊക്കെ രസകരമായ അനുഭവമാണ്. ഭയങ്കര രസകരമായ അനുഭവം എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു അധ്യാപിക, ഇവിടെ അടുത്തൊരു സ്കൂളിൽ ജോലിക്ക് വന്നൊരു അധ്യാപിക എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ ഇന്ന സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ പറഞ്ഞു, അത് ശരിയാ, പറയൂ എന്താണ് ടീച്ചറെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അത് വിളിക്കാൻ എനിക്ക് വളരെ പണ്ടേ അറിയാം. ഞാൻ എങ്ങനെ അറിയാം? അപ്പോൾ ഇവർ കാസർഗോഡുകാരാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെ അറിയാം? അതൊക്കെ എനിക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനോ? അപ്പോഴെന്താ സമ്മതം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഇഷ്ട ആൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ കത്തുകൾ എന്നെ കൊണ്ട് എഴുതിക്കാൻ. ഓക്കെ, അപ്പോൾ ഇവർക്കിത് അറിയാം ഇയാളെന്തായാലും ഇങ്ങനെ എഴുതൂല. അപ്പോൾ അവർ ചോദിക്കുന്നത് ആരും തന്നാന്ന് ചോദിക്കുമ്പോൾ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സാജിദായിട്ട് ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം തന്നാണ്. അപ്പോൾ ഇവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പേപ്പറിലൊക്കെ ഇങ്ങനെ സ്ഥിരം എൻ്റെ പേര് കാണും, മിക്കയിടത്തും പരിപാടികൾക്ക് ഒരു പേര് പ്രസംഗം. അവർ ആ സാജിദാണല്ലോ ഈ സാജിദാണ അങ്ങനെ കണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ചുള്ള പ്രണയം എന്ന് പറഞ്ഞാലും കല്യാണത്തിന് ശേഷമേ പ്രണയിക്കാൻ പാടുള്ളൂ. സാജിദ ആറാട്ടുപുഴ മറ്റുള്ളവർക്ക് വേണ്ടി ലെറ്റർ എഴുതിയതല്ലാതെ സ്വന്തമായി വല്ലതും അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാൻ അതൊക്കെ ഒരു കൗമാരത്തിൻ്റെ അല്ല. ഈ വിവാഹമൊക്കെ പിന്നെ ഗൾഫിൽ വന്നതിന് ശേഷം വിവാഹം. എൻ്റെ ഭാര്യ സത്യം പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. പക്ഷെ സ്റ്റുഡൻ്റായിട്ട് ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചതല്ല. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും എൻ്റെ വൈഫിൻ്റെ ഉമ്മയും ഒരു സ്കൂളിൽ അധ്യാപകരായിരുന്നു. അപ്പം ഞാനിങ്ങനെ പോയി കഴിക്കുന്ന വൈഫ് എന്നിട്ട് TTCക്ക് പഠിക്കായിരുന്നു. അങ്ങനൊരു ആലോചന എന്നുള്ള അർത്ഥത്തിൽ വിവാഹം കഴിച്ചതാണ്. കല്യാണം ഇവിടെ വന്നിട്ടില്ലേ? ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ. അൽഹംദുലില്ലാ നമ്മൾ കുറേ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു, എങ്കിലും സമയം ഇവിടെ അതിക്രമിച്ചു. നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളുടെ ഈയൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.